നമസ്കാരം, വെൽക്കം ടു വിനേസ് ആൻഡ് ടെക് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ AMV പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് AMV എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പുതിയ ബാച്ച് ജൂലൈ 15-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബാച്ച് 5 ആണ് നമ്മളുടെ പുതിയ ബാച്ച് എന്ന് പറയുന്നത്. സോ ജൂലൈ 15 മുതലാണ് നമ്മളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ നിലവിലുള്ള കോഴ്സ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് അതിനകത്തുള്ള ക്ലാസ്സുകൾ നടക്കുന്നത്, നിങ്ങൾ ഏത് ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കിട്ടുന്നതായിരിക്കും. വീഡിയോ അവസാനം വരെ കാണുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇനി ഒരു ഫോൺ കോളിൻ്റെ ആവശ്യം പോലും ഇല്ലാതെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ള കംപ്ലീറ്റ് ഗൈഡൻസും ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്? നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത് പോലെ ഫാക്കൽറ്റീസിനെ കാണുന്ന രീതിയിൽ കംപ്ലീറ്റ് ക്ലാസ്സസും സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് പ്രീ റെക്കോർഡ് സെഷൻസ് ആയിട്ടാണ് പുതിയ ക്ലാസ്സസ് നമ്മൾ ആപ്പിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഇത് കഴിഞ്ഞ വട്ടത്തെ ക്ലാസ്സസ് അല്ല. കഴിഞ്ഞ വട്ടം നമുക്ക് സൂമും ഗൂഗിൾ മീറ്റിലുമാണ് ക്ലാസ് നടന്നത്. കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് പുതിയ പോർഷൻസ് നമ്മൾ ഷൂട്ട് ചെയ്ത് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ബാച്ച് 3-ലും ബാച്ച് 1-ലും ബാച്ച് 5-ലും എല്ലാം തന്നെ നമ്മൾ പുതിയ ക്ലാസ്സസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ സെഷൻസിനൊപ്പം തന്നെ അതിൻ്റെ PDF നോട്ട്സ് നമ്മൾ ആപ്പിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുക്കാം. എക്സാമുകൾ ഉണ്ടാവും, MCQ ഡിസ്കഷൻ വീഡിയോസ് ഉണ്ടാവും, ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ടാവും. എന്തായി ടോപ്പിക് വൈസ് എക്സാം? നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ FM-ന്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആയിരിക്കും. ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിനകത്ത് തന്നെ ചിലപ്പോൾ 1-2 ക്ലാസ് ആയിട്ടായിരിക്കും അതിന്റെ കൺസെപ്റ്റ് പറയുന്നത്. അതിന്റെ PDF നോട്ട്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ അതിന്റെ MCQ ഡിസ്കഷൻ ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ അതിന്റെ ഒരു എക്സാമും ഉണ്ടാവും. നിങ്ങൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു പോർഷൻസ് നിങ്ങൾക്ക് ഏറെക്കുറെ കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഇതുപോലെ തന്നെ തെർമോഡൈനാമിക്സ് എടുത്ത് നോക്കിയാലോ. ഇപ്പം ബേസിക്സ് ഓഫ് തെർമോഡൈനാമിക്സ് 2-3 ക്ലാസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. ആ ക്ലാസിന്റെ PDF നോട്ട്സ് ഉണ്ടാവും, അതിന്റെ ഒരു MCQ ഡിസ്കഷൻ ഉണ്ടാവും, അതിന്റെ ഒരു എക്സാം ഉണ്ടാവും. ഇതാണ് ടോപ്പിക് വൈസ് എക്സാംസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ നിങ്ങൾ ഓരോരോ ടോപ്പിക്ക് പഠിച്ചു വരിക. എന്നിട്ട് ഒരു മന്ത്ലി മോഡൽ എക്സാംസ് ആയിട്ടുണ്ടാവും. അതിന് മുന്നേ തന്നെ എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് തന്നെ കംപ്ലീറ്റ് ക്ലാസ്സസ് ആപ്പിൽ ഇപ്പോൾ ഒരു 95% അബോവ് കണ്ടന്റുകളും ആപ്പിലുണ്ട്. ബാക്കി ട്രാൻസ്പോർട്ടേഷൻ ചെറിയൊരു ടോപ്പിക്ക് മാത്രമേ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളൂ. അത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. നെക്സ്റ്റ് വീക്കിലായിട്ട് തന്നെ ആ കംപ്ലീറ്റ് പോർഷൻസും കവർ ചെയ്യും. നമുക്കിപ്പം നടക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. നമ്മൾ ചുമ്മാ കുറേ ക്ലാസ് വാരി ഇടുകയല്ല ചെയ്യുന്നത്. വ്യക്തമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. സ്റ്റഡി പ്ലാനിനകത്ത് ഒരു മന്ത്ലി സ്റ്റഡി പ്ലാൻ ആണ്. ഇപ്പം ജൂൺ മാസത്തിലെ സ്റ്റഡി പ്ലാൻ, ജൂലൈ മാസം സ്റ്റഡി പ്ലാൻ, ആ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ട് അതിന് വീക്ക്ലി സ്റ്റഡി പ്ലാൻ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ദിവസം എന്ത് ടോപ്പിക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഒരു വീക്ക് എന്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് കൊടുത്തിരിക്കും. അത് നിങ്ങൾ ആപ്പിൽ നോക്കിയിട്ട് പഠിക്കുക. ആപ്പിലെ കണ്ടന്റ്സിനകത്ത് തന്നെ മെക്കാനിക്കൽ ഫോൾഡറോ ഓട്ടോമൊബൈൽ ഫോൾഡറൊക്കെ ഓപ്പൺ ആക്കി ജോബ് റിലേറ്റഡ് ഫോൾഡർ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളത് പഠിക്കുക. പഠിച്ചിട്ട് നേരെ നമുക്ക് വീക്കിലി 2 ലൈവ് സെഷൻസ് ഉണ്ടാവും. ഈ ലൈവ് സെഷൻസിൽ നമ്മൾ ആ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിന്റെ ലൈവ് MCQ ഡിസ്കഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. അതിന്റെ സമയം എന്ന് പറയുന്നത് രാത്രി ഒരു 7 മണിക്ക് ശേഷമാണ്. നമ്മൾ കോമൺലി പറയുന്ന ടൈം. നമുക്ക് ഈ 3 ബാച്ച് ഇപ്പം നിലവിൽ ലൈവായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 8:30 ശേഷമാണ് ക്ലാസ് വെക്കാറുള്ളത്. GCCയിലുള്ള ആൾക്കാരെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് 8:30 ശേഷമാണ് ലൈവ് നടക്കുന്നത്. ഇൻ കേസ് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ലൈവിന് ശേഷം ഒരു 1 അവറിന് ശേഷം തന്നെ ആപ്പിൽ അതിൻ്റെ റെക്കോർഡ് സെഷൻസ് വരും. നിങ്ങൾക്ക് ലൈവ് മിസ്സാവത്തില്ല. അത് കാണാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ വൺസ് ഒരു മന്ത്ലി സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി മോഡൽ എക്സാംസ് ഉണ്ടാവും. ഒരു 2 ദിവസം പഠിക്കാൻ സമയം തന്നിട്ട് ഈ കംപ്ലീറ്റ് പോർഷൻസ് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ എക്സാം എഴുതി അതിനകത്ത് റാങ്ക് ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും. then അടുത്ത മാസം സ്റ്റഡി പ്ലാൻ. അങ്ങനെയാണ് ഓരോ മാസം സ്റ്റഡി പ്ലാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഏത് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും? നമുക്ക് നിലവിൽ ബാച്ച് 1-2 അഡ്മിഷൻസ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 3, 4, 5 ആണ് നമ്മളുടെ നിലവിൽ റൺ ചെയ്യുന്ന 3 ബാച്ചുകൾ. സോ ആ 3 ബാച്ചിനകത്ത് നിങ്ങൾക്ക് എവിടെ അഡ്മിഷൻ എടുക്കാം നിങ്ങൾക്ക് തീരുമാനിക്കാം. എങ്ങനെ തീരുമാനിക്കാം? നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് ഒരാൾ തള്ളി വിട്ടാൽ മാത്രമേ പഠിക്കത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാച്ച് 5-ൽ വരിക. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് സ്റ്റഡി പ്ലാനൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളത് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് പിന്നെ ഫാസ്റ്റായി പോയിക്കൊണ്ടിരിക്കും. ഒരു 4 അല്ലെങ്കിൽ 5 മാസം കൊണ്ടാണ് നമ്മളുടെ ഒരു സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. മിനിമം ഒരു 4 മാസമെങ്കിലും നമുക്കത് വേണം. എങ്കിൽ മാത്രമേ വൃത്തിയായിട്ട് സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങളൊരു പ്രോ ലെവൽ ആളാണ്, നിങ്ങൾ കഴിഞ്ഞ എക്സാമൊക്കെ പഠിച്ചെഴുതിയതാണ്, ഇപ്പം തന്നെ വേറെയൊക്കെ പഠിക്കുന്നുണ്ട്, പല സോഴ്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒരു പുഷിംഗ് ഒന്നും വേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചങ്ങ് പോകാൻ വേണ്ടി പറ്റുമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ബാച്ച് 3-ലോ ബാച്ച് 4-ലോ അഡ്മിഷൻ എടുക്കാം. ബാച്ച് 3-ൽ മെക്കാനിക്കൽ കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ തീർന്നിട്ടുണ്ട്. ആ സ്റ്റഡി പ്ലാൻ ബേസിൽ ലൈവ് MCQ ഡിസ്കഷൻ എല്ലാം തന്നെ നമ്മുടെ ആപ്പിലുണ്ട്. ഫാസ്റ്റായിട്ട് പഠിച്ചു പോവാം. FM എടുക്കുക, ക്ലാസ് കാണുക, എക്സാം എഴുതുക, പഠിച്ചതെല്ലാം കഴിയുക. നേരെ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ലൈവ് MCQ ഡിസ്കഷൻ കാണുക, സബ്ജക്റ്റ് കഴിയും. MOSന്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക, കംപ്ലീറ്റ് ക്ലാസ് കാണുക, അതിലുള്ള എക്സാംസ് എല്ലാം എഴുതുക, MCQ ഡിസ്കഷൻ എല്ലാം അറ്റൻഡ് ചെയ്യുക. നേരെ തിരിച്ചു വന്നിട്ട്
സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ലൈവ് MCQ ഡിസ്കഷൻ അത് കിടപ്പുണ്ട്, റെക്കോർഡഡ് കിടപ്പുണ്ട്, അത് കാണുക. പോർഷൻ കംപ്ലീറ്റഡ്. ഓട്ടോമൊബൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ എഞ്ചിൻ സൈഡ് എടുക്കുക, കംപ്ലീറ്റ് പഠിക്കുക. ഓരോ ടോപ്പിക്കിനകത്ത് തന്നെ എക്സാമ്പിളും MCQ ഡിസ്കഷനും ഉണ്ട്. കണ്ടിട്ട് നേരെ വന്നിട്ട് നമ്മുടെ ലൈവിനെ റെക്കോർഡഡ് കാണുക. സോ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ പഠിച്ചു പോകാൻ പറ്റിയ ബാച്ചാണ് ബാച്ച് 3. സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ക്ലാസ് എടുത്ത് പഠിച്ചിട്ടുള്ളവരോ സെൽഫായിട്ട് പഠിച്ചിട്ടുള്ളവരോ കഴിഞ്ഞ എക്സാം എഴുതിയിട്ടുള്ളവരോ അത്യാവശ്യം ടച്ച് നിൽക്കുന്നവരോ ആണെങ്കിൽ നിങ്ങൾക്ക് ബാച്ച് 3 ജോയിൻ ചെയ്യാം. സ്പീഡായിട്ട് പഠിച്ചു പോകാം, വളരെ ഫാസ്റ്റായിട്ട് പോകാം, നിങ്ങളുടെ സമയത്തിന് നിങ്ങളുടെ പേസിനനുസരിച്ച് പഠിച്ചു പോകാം. കാരണം എക്സാം മേ ബി പെട്ടെന്ന് വരികയാണെങ്കിൽ നമ്മളിപ്പം തുടങ്ങുന്ന ബാച്ച് ആണെങ്കിൽ ഇങ്ങനെ പതിയെ, അത് ബിഗിനറിനൊക്കെ ഉള്ളതുകൊണ്ട് പതിയെ കുറച്ച് ലോഡ് കൊടുത്തായിരിക്കും നമ്മൾ പോകുന്നത്. മനസ്സിലായോ? അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സ്പീഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ ബാച്ച് 3 ബാച്ച് 4 അഡ്മിഷൻ എടുക്കും. ബാച്ച് 4ന്റെ അവസ്ഥ എന്താ? ബാച്ച് 4നകത്ത് ഓട്ടോമൊബൈൽ പോർഷൻസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ ഈ ഒരു 15-ാം തീയതി 20-ാം തീയതി ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് കവർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ മെക്കാനിക്കൽ മാത്രമേ ലൈവ് വേണ്ടി വരത്തുള്ളൂ. ബാക്കി ആ പറഞ്ഞ ഓട്ടോമൊബൈൽ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ കവർ ചെയ്ത റെക്കോർഡഡ് വീഡിയോസ് എല്ലാം തന്നെ അതിനകത്തുണ്ടാവും. അപ്പം ടോപ്പിക് ഓപ്പൺ ആക്കി പഠിക്കുക. പഠിച്ചിട്ട് നിങ്ങൾ നമ്മുടെ ലൈവ് MCQ ഡിസ്കഷൻ, സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ലൈവ് MCQ ഡിസ്കഷൻ കാണുക, എക്സാം എഴുതുക. മന്ത്ലി മോഡൽ എക്സാം എല്ലാം അതിനകത്തുണ്ട്, മിക്സഡ് എക്സാംസ് എല്ലാം തന്നെ ഉണ്ട്. നിങ്ങളുടെ സിലബസ് ടിക്കറ്റ് വിടുക, കംപ്ലീറ്റ് ആക്കി വിടുക. സ്പീഡായിട്ട് തീർക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതൊന്നുമല്ല, നിങ്ങളൊരു ബിഗിനറാണ്, പതിയെ പഠിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാച്ച് 5ലാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. മറ്റേത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ട് നമ്മൾ തുടക്ക സമയത്ത് അങ്ങനെ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ്. പതിയെ തുടങ്ങി സ്പീഡിൽ പോകും, ടോപ്പ് ഗിയറിലോട്ട് നമ്മളെത്താൻ സമയമെടുക്കും. അതാണ് നമ്മൾ സ്പീഡായിട്ട് പോകുമെന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും വളരെ സുതാര്യമായിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ബാച്ചുകൾ പോകുന്നത്. പിന്നെ അടുത്തൊരു കാര്യം, ഫീസിന്റെ കേസ് വരുമ്പോൾ നിങ്ങൾ വിളിക്കുന്ന ആൾക്കാർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറയും ഫീസിന്റെ കാര്യത്തിൽ നിങ്ങൾ കമ്പയർ ചെയ്യരുത്, ഫീസ് കൂടുതലായിരിക്കും. കാര്യം എന്താ? ഇത്രയും ക്വാളിറ്റി ആയിട്ട് സാധനങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക്, ഇത്രയും രീതിയിൽ ക്ലാസ്സുകൾ ചെയ്യുമ്പോഴത്തേക്ക്, ഇങ്ങനെ സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എക്സ്പെൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ വീക്കിലി 2 ലൈവ് സെഷൻസ്, 3 ഫാക്കൽറ്റീസ് മെന്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്, അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് എല്ലാം തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പെൻസ് അതിലുണ്ടാവും. നിങ്ങൾ ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങൾ നോക്കേണ്ടത്. ആ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. സോ ഈ ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 5ാമത്തെ ബാച്ച് നമ്മൾ ജൂലൈ 15 തുടങ്ങുന്നു. ഇത് കഴിഞ്ഞ അടുത്ത റിസൾട്ടാണ്. ഇത് ആദ്യത്തെ 100-നകത്തുള്ള 25 ഉദ്യോഗാർത്ഥികളാണ്. ഇതിനകത്ത് ഏറെക്കുറെ എല്ലാവരും തന്നെ AMV ആയിട്ട് കിട്ടിയവരാണ്, AMV ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. 121 അഡ്വൈസുകളാണ് നിലവിൽ പോയിരിക്കുന്നത്, 121 അഡ്വൈസുകൾ. അപ്പോൾ അതിനകത്ത് തന്നെ 25 ഉദ്യോഗാർത്ഥികൾ. ഓൾറെഡി നമ്മൾ കുറേ വീഡിയോയ്ക്ക് അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കാമെങ്കിൽ ഇത് തന്നെ കുറേ വട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോസ് തന്നെ. അതിനകത്ത് 25 ഉദ്യോഗാർത്ഥികളാണ് ഇപ്പം നിലവിൽ നമ്മുടെ ഇവിടെ പഠിച്ച ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. പുതിയ 35 വേക്കൻസികൾ റിപ്പോർട്ടായിട്ടുണ്ട്. 35 വേക്കൻസികൾ അഡ്വൈസ് ആയിട്ടില്ല, അഡ്വൈസ് ആവത്തില്ല. 35 ഉദ്യോഗാർത്ഥികളുടെ അഡ്വൈസ് വരുമ്പോഴത്തേക്ക് അതിനകത്തും നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ നമ്മൾ പഠിപ്പിച്ചവരാണ്. സോ ഇതാണ് നമ്മുടെ റിസൾട്ടോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, നിങ്ങൾ ഇനി ക്ലാസ് കണ്ടു നോക്കാൻ വേണ്ടി വരുവാണ്. പുതിയ ആളാണെങ്കിൽ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കേരള PSC എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. കേരള PSC ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ആക്കുക. അതുകൂടാതെ ഈ പറഞ്ഞ റാങ്ക് 4, റാങ്ക് 5, 39, 40 ഇവരുടെയൊക്കെ തന്നെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ആപ്പിലുണ്ട്. ആപ്പിൽ ഈ സക്സസ് സ്റ്റോറീസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ആപ്പാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ കേരള PSC ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ബാച്ച് കാണാൻ പറ്റും. AMV 5th ഗിയർ എന്ന് പറയുന്ന പുതിയ ബാച്ച്. ഈ ബാച്ച് മാത്രമേ നിങ്ങൾക്ക് ഇപ്പം ആപ്പിൽ കയറിയേ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. ബാക്കി ബാച്ചിൽ നമ്മൾ സ്റ്റുഡൻസ് ഉള്ളി ആക്കി ഇട്ടിരിക്കുകയാണ്. ഇത് മാത്രമാണ് പുതിയ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഈ ബാച്ച് മാത്രമാണ് ഇപ്പം നമുക്ക് ഒരാൾ ആപ്പിൽ കയറിയേ കാണാൻ പറ്റുന്നത്. ഗിയർ 5th ഗിയർ എന്ന് പറഞ്ഞ പുതിയ 5ാമത്തെ ബാച്ച്. ഇതിനകത്ത് തന്നെ നോക്കിയേ, സിലബസ് ഉണ്ട്, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, മെക്കാനിക്കൽ ടോപ്പിക്ക്, ഓട്ടോമൊബൈൽ ടോപ്പിക്ക്, ജോബ് റിലേറ്റഡ് ടോപ്പിക്ക്. ഈ മെക്കാനിക്കൽ ടോപ്പിക്ക് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് തന്നെ ഓരോ സിലബസിനനുസരിച്ച് ഫോൾഡർ, FM-ന് ഒരു ഫോൾഡർ, HM-ന് ഒരു ഫോൾഡർ, TDക്ക് ഒരു ഫോൾഡർ, ഓരോ ഫോൾഡർ ഉണ്ട്. നിങ്ങൾക്കത് എങ്ങനെ ചെക്ക് ചെയ്യാം? നിങ്ങൾ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കിയാൽ മതി. ഓപ്പൺ ആക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ ക്ലാസ്സസ് കാണാൻ വേണ്ടി പറ്റും. എത്ര കണ്ടന്റ് ഉണ്ട് എന്നുള്ള കാര്യമെല്ലാം കൃത്യമായിട്ട് തന്നെ, എത്ര വീഡിയോസ് ഉണ്ട്, ആ വീഡിയോസിന്റെ സമയം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നിങ്ങൾക്ക് എത്ര വീഡിയോസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ ഇനി ഇവിടെ ഡെമോ സെഷൻസ് എന്നൊരു ഓപ്പൺ കണ്ടോ, ഈ ഒരു പോർഷൻ കണ്ടോ? ഈ ഡെമോ സെഷൻസ് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾ എന്നെ നോക്കിക്കോ, ഇതിനകത്ത് ഏകദേശം ഒരു 20ഓളം കണ്ടന്റുകൾ നമ്മുടെ ആപ്പിൽ ഇപ്പം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടിരിക്കുക. എന്താ പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ പേയ്മെന്റ് ഒന്നും ചെയ്യാതെ തന്നെ കോഴ്സ് എടുക്കുന്നതിന് മുന്നേ ക്ലാസ്സിന്റെ ക്വാളിറ്റി വിലയിരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ നോക്കി, ഇത്രയും കണ്ടന്റുകൾ നമ്മുടെ ആപ്പിനകത്ത് ഇനി ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഈ പേജ് വെക്കാൻ പറ്റുന്ന ഇത്രയാണ്. ഡെമോ വീഡിയോസ് അയക്കുക. നിങ്ങളിത് പേയ്മെന്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ക്ലിക്ക് ചെയ്ത് കാണുക. ക്ലാസിന്റെ ക്വാളിറ്റി വിലയിരുത്തുക. നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്ന ക്ലാസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്.
എങ്ങനെയാണ് ക്ലാസ് നടത്തുന്നത്, എങ്ങനെയാണ് ഇത് പോകുന്നത്, എല്ലാം തന്നെ ഓപ്പണായിട്ട് പറയുന്നത് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്, അത്രയ്ക്ക് കുട്ടികൾ പഠിക്കുന്നത് കൊണ്ടാണ്. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെപ്പറ്റി അറിയുന്നവർക്ക് നിങ്ങൾ ജസ്റ്റ് അന്വേഷിച്ചാൽ തന്നെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൃത്യമായിട്ടാണ് ഇതിൽ. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന AMVമാരോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ ലിസ്റ്റിലുള്ളവരോട് ചോദിക്കുക, കഴിഞ്ഞ വട്ടം പഠിച്ചവരോട് ചോദിക്കുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഡെമോ സെഷൻസ്. ഇങ്ങനെ ക്ലാസ്സുകൾ കാണാൻ പറ്റുന്ന ഈ രീതിയിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സൊക്കെ നന്നായിട്ട് കണ്ട് വിലയിരുത്തി നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സൊക്കെ കണ്ടു നോക്കിയിട്ട് നമ്മളോടൊപ്പം ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ കോൾ വിളിച്ചോ ചെയ്ത് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആപ്പ് വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് നമ്മുടെ പുതിയ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. വളരെ സുതാര്യമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു വിശ്വസിക്കുന്നു. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.